ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ഒരു ചെറുനാരയും കൊണ്ട് വരുന്നുണ്ട്. രവി മഹാമായ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തുള്ളാട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ രേവതി എന്താ സച്ചിയേട്ടാ, എന്താന്ന് പറ, എന്താ പറ്റിയത്, അച്ഛൻ നിർത്താൻ പറ എന്നൊക്കെ പറയുമ്പോൾ രവിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എന്താടാ സച്ചി നിനക്ക് പറ്റിയെന്ന്. പെട്ടെന്ന് ആ തുള്ളാട്ടം നിൽക്കൂട്ടോ. എന്നിട്ട് പറയും, ഞാനല്ല ഇതൊന്നും പറഞ്ഞത്, ഇതിനുള്ളിലെ സ്വാമിയാ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നീ പറയുന്നേ ഞാൻ ചോദിക്കട്ടെ രവി. അതെ അച്ഛാ, ഞാനേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു സ്വാമിജിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹം വളരെ ജ്ഞാനിയാണ്. അദ്ദേഹം പൂജിച്ചു തന്നത് നാരങ്ങ. നീ എന്തിനാ സ്വാമിജിയെ കണ്ടേന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ സ്വർണ്ണം നഷ്ടപ്പെട്ടില്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ, അതിനെ ഞാൻ പോയതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സുധിയും ചന്ദ്രയൊക്കെ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിനുള്ളിലാണ് ആ സ്വാമി ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും, ഇത് ഒരു ചെറുനാരങ്ങയല്ലേന്ന്, ഇത് ജ്യൂസ് അടിക്കുന്ന ചെറുനാരങ്ങയല്ല എന്ന് പറയുമ്പോൾ വർഷം അറിയും, ഓ ഇത് വിദേശത്തുനിന്ന് കൊണ്ടുവന്നതായിരിക്കും അല്ലേ. അപ്പൊ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടി. സ്വാമിജി പറയുന്നത് സ്വർണം എടുത്തവൻ 48 മണിക്കൂറിനുള്ളിൽ അവന്റെ വായ ഇങ്ങനെ കോടുവെന്ന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ സച്ചി. അപ്പൊ തന്നെ സുദ്ധി ആകെ ബേജാറായി നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ഈ നാരങ്ങ കൊണ്ടുപോയി പൂജാ റൂമിൽ വെക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കൂട്ടോ, ഇതിലെന്താ ചിപ്പുണ്ടോ, സ്വർണം കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇതില് ചിപ്പൊന്നും വെച്ചിട്ടില്ല. സ്വാമിജി നല്ല ജ്ഞാനദൃഷ്ടിയുള്ള ആളാ. അദ്ദേഹം പറഞ്ഞു ഈ ഏരിയയിൽ തന്നെ സ്വർണം മോഷ്ടിച്ചവൻ ഉണ്ടാവുമെന്ന്, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന്. അതിപ്പോ ആരാ ഇവിടെ സ്വർണം മോഷ്ടിക്കാനെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും അത് തന്നെ പറഞ്ഞു, പക്ഷെ അങ്ങനെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സച്ചി പറയും, വെറുതെ ഓരോന്ന് പറയണ്ട കേട്ടോ വർഷേ, ഈ വാഗോണ്ടല്ലേ ഡബ്ബിങ് ചെയ്യുന്നത്, സ്വാമി എങ്ങാനും ജ്ഞാനദൃഷ്ടിയിൽ നീ പറഞ്ഞതറിഞ്ഞാൽ നിന്റെ വാ ഇനി തുറക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയും, വർഷ ഒന്നും മിണ്ടാണ്ടിരിക്കെ. അപ്പൊ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, വർഷേ നല്ല മഹാശക്തിയുള്ള സ്വാമിജിയുടെ അടുത്ത സച്ചേട്ടൻ പോയെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കുഴഞ്ഞു കിടക്കുന്ന കയ്യും കാലൊക്കെ കുഴഞ്ഞു കിടക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രവിയും പറയുന്നുണ്ടോ, കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട് ഞാനും എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഈ നാരങ്ങ കൊണ്ടുപോയി പൂജ റൂമിൽ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്ന നേരം നമ്മുടെ സുധി തടയാണ് കേട്ടോ. ഇതൊന്നും പൂജ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല, നിനക്കെന്താ സുധി ഒരു ഭയം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല, നിന്റെ സ്വർണ്ണമൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല, നീ നാരങ്ങ കൊണ്ടുപോയി പുറത്ത് കളാ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, സ്വർണം പോയത് ഞങ്ങളുടെ, അപ്പൊ കണ്ടുപിടിക്കേണ്ടതും ഞങ്ങളുടെ ആവശ്യമില്ലേ സുധി, നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് നാരങ്ങയും കൊണ്ട് പോവാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രൻ ഉണ്ടാവും കേട്ടോ സ്റ്റെപ്പിന്റെ അവിടെ. ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല, പൂജാ റൂമിൽ വെക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കണേ. എനിക്കെന്തിനാ പേടി, എനിക്കൊരു പേടിയില്ല എന്ന് പറയുമ്പോൾ എന്നാ മാറങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് 48 മണിക്കൂറിനൊക്കെ ഇതാ എന്റെ മുഖം പോലെ കോടിയിരിക്കും സ്വർണ്ണം എടുത്തന്റെ മുഖം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര അവിടെ തന്നെ ഇരുന്നു പോവാണ് കേട്ടോ. അതിനുശേഷം അത് കൊണ്ടുപോയി നമ്മുടെ പൂജാ റൂമിൽ വെക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് അവിടുന്ന് പോകുന്ന പാടെ നമ്മുടെ സച്ചിയല്ല ശ്രുതിക്കാകെ ഭയാണ് കേട്ടോ. 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ വാ കൂടുമല്ല എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി വന്നിട്ട് വിളിക്കും, ശ്രുതി നിനക്കെന്തോ ഒരു ടെൻഷൻ പോലെ, അത് സച്ചി വെറുതെ പറയുന്നതല്ലേ, നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ പൂജാ റൂമിൽ ആ നാരങ്ങയെ തന്നെ നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, ഉറപ്പാ എൻ്റെ മുഖം കൂടുമെന്ന്, 48 മണിക്കൂറിനുള്ളിൽ സ്വർണം കട്ടവന്റെ മുഖം ഇങ്ങനെ കൂടുമെന്നല്ലേ സച്ചി പറഞ്ഞത്, ഞാനല്ലോ അത് ചെയ്തത്, എൻ്റെ മുഖം കൂടും അത് ഉറപ്പാന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ.